ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ കോടതി വീണ്ടും തള്ളി. കൊല്ലത്തെ വിജിലൻസ് കോടതിയാണ് തള്ളിയത്. ഇത് ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ കവർച്ച ചെയ്യപ്പെട്ട കേസിലാണ് പത്മകുമാർ ഇപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതാണ് കോടതി തള്ളിയത്. നേരത്തെ ഇതുപോലെ അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിലും അതുപോലെ കേരള ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് 2 കോടതികളും തള്ളിയിരുന്നു. അങ്ങനെയാണ് പത്മകുമാർ റിമാൻഡിൽ തുടരുന്നത്. ഇത് 2ാമത്തെ കേസാണ്. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി കവർച്ച ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ആ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളത് 2ാമത്തെ കേസാണ്. ആ 2ാമത്തെ കേസിലാണ് ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. മാത്രമല്ല, ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ജീവനക്കാരനായിരുന്ന മുരാരി ബാബുവും, ഈ 2 പേരെയും വീണ്ടും 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ കട്ടിളപ്പാളി കേസിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയതും. ഹൈക്കോടതിയും അവിടെ കൈമലർത്തി. അവിടെ പത്മകുമാർ അടക്കം വീണ്ടും റിമാൻഡിലേക്ക് പോയി. ഇപ്പോഴിതാ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു, കവർച്ച ചെയ്തു, അതിന് കൂട്ടുനിന്നു എന്ന കേസും കൂടി ബലവത്തായിട്ട് വന്നിരിക്കുകയാണ്. കോടതി വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്കെല്ലാം കൂട്ടുത്തരവാദിത്വമുണ്ട് ഈ കവർച്ചയിൽ എന്നാണ്. ഇപ്പോൾ ഈ കവർച്ച വെറുതെ നടന്നതല്ല. ഈ കവർച്ച കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഇവർക്കാർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി അംഗം KP ശങ്കർദാസ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു ഹർജി കോടതിയുടെ മുന്നിൽ വെച്ചിരുന്നു. അതായത് കേരള ഹൈക്കോടതി തനിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് നീക്കം ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ സുപ്രീം കോടതി ആ ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത്, ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് കോടതി ചോദിച്ചത്. വളരെ കാതലായ ഒരു ചോദ്യമാണ്, വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. മാത്രമല്ല, നിങ്ങളോട് ആരോഗ്യപരമായ കാരണങ്ങളാലും അതുപോലെ നിങ്ങളുടെ പ്രായത്തെയും മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള അനുകമ്പ മാത്രമേ കോടതിക്കുള്ളൂ. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ, ഹർജി നൽകിയാൽ അത് പരിഗണിക്കാം, വിശദമായി വാദം കേട്ടതിനു ശേഷം വിധി പറയാം എന്ന ഒരു നിലപാട് കൂടി കോടതി അവിടെ പേരിന് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അവിടെ കോടതി പറഞ്ഞു. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സുപ്രീം കോടതിയിൽ വരെ ഈ കേസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കുന്നു. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല. സാധാരണ നിലയ്ക്ക് സാധാരണ മനുഷ്യർ ദൈവത്തിൻ്റെ മുതൽ കക്കാൻ ഒന്ന് മടിക്കും. ഈ കള്ളന്മാർ, കൊടിയ കള്ളന്മാരാണ് ക്ഷേത്രങ്ങളിൽ കയറി മോഷണം നടത്തുന്നത്. അതായത് പയറ്റിത്തെളിഞ്ഞ കള്ളന്മാർ. സാധാരണ ഈ ക്ഷേത്രം ഭരിക്കുന്ന ആൾക്കാർ, ദേവസ്വം ബോർഡ് ജീവനക്കാർ ഉൾപ്പെടെ ഈ ദേവൻ്റെ മുതലിൽ തൊട്ട് കളിക്കില്ല. അവിടെ വരുന്ന ചില്ലറ വഴിപാടിൻ്റെയൊക്കെ ഒരു പക്ഷേ അടിച്ചു മാറ്റിയിരിക്കാം. എന്നാൽ ദേവൻ്റെ മുതൽ, ദേവൻ്റെ സ്വർണം, തിരുവാഭരണം പോലെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ അടിച്ചു മാറ്റുക, കവർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കള്ളനല്ല, നല്ല 1ാം തരം കള്ളനാണ്, പയറ്റിത്തെളിഞ്ഞ കള്ളനാണ്. ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് കോടതി ചോദിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവർ നടത്തിയിരിക്കുന്നത് നിസ്സാര കുറ്റമല്ല, ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. പണത്തിനോടുള്ള ആർത്തി കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് വലിയ കൊള്ളയ്ക്ക് ഇവരൊക്കെ കൂട്ടുനിന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പത്മകുമാർ അറസ്റ്റിലാകുന്ന സമയത്ത് അതിനു മുമ്പും ചൂണ്ടിക്കാണിച്ച ദൈവതുല്യരായ ഉന്നതരെ നമ്മൾ എങ്ങനെ നിഷേധിക്കും, നിരാകരിക്കും എന്നൊക്കെ ചോദിച്ചല്ലോ പത്മകുമാർ. എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒരു മനസ്സിൽ ഒരല്പമെങ്കിലും അയ്യപ്പ ഭക്തി ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം
ഉടനടി ചെയ്യേണ്ടത് ആരാണ് ഈ ദൈവതുല്യരായ ഉന്നതർ? അവർ ഭരണത്തിലുള്ളവരാണോ അതോ മറ്റു വല്ലവരുമാണോ എന്ന് ഉടനടി വെളിപ്പെടുത്തേണ്ടതാണ്. പത്രപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ, അതായത് പുറകെ നടന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ആരാണ് ഈ ദൈവതുല്യരായ ഉന്നതർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ശവം തീനികളല്ല എന്നായിരുന്നു. അപ്പോൾ ശവം ഭക്ഷിക്കാത്ത, മാംസം ഭക്ഷിക്കാത്തവർക്ക് ആർക്കൊക്കെയോ ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാണ്. ദയവായി എ പത്മകുമാർ അവരുടെ പേരുകൾ വെളിപ്പെടുത്തണം. അത് താങ്കളെപ്പോലുള്ളവർക്കേ കഴിയുകയുള്ളൂ. കാരണം ഈ ഒരു കേസിൽ താങ്കളെപ്പോലെ കുറ്റാരോപിതനായി റിമാൻഡിൽ കഴിയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് ഈ ദൈവതുല്യരായ ഉന്നതർ ആരൊക്കെ എന്ന് വെളിപ്പെടുത്താൻ. അവർ രാഷ്ട്രീയമായും അധികാരപരമായും അല്ലാതെ മറ്റ് തലങ്ങളിലുമൊക്കെ ഉന്നതരായിട്ട് ഇരുന്നു കൊണ്ട് ഈ കവർച്ച നിയന്ത്രിച്ചു, ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും പത്മകുമാർ രണ്ടാമതൊരു കേസിൽ കൂടി പെട്ടിരിക്കുന്നു. ഈ കേസിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതികളായിട്ട് പിന്നാലെ എൻ വിജയകുമാറും KP ശങ്കർദാസും ഒക്കെ പെടുമെന്ന് തീർച്ചയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും മാത്രമല്ല, മറ്റ് ദേവസ്വം ജീവനക്കാരും ഇതിനകത്ത് പെടും എന്നുള്ളത് തീർച്ചയാണ്. ഈ പിത്തളപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പ് പാളി എന്ന് എഴുതാൻ പത്മകുമാർ ധൈര്യം കാണിച്ചെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ പേരുകൾ വെളിപ്പെടുത്താൻ ധൈര്യം കാണിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. ഇവിടെ ഉയരുന്ന കാതലായ മറ്റൊരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത്രയൊക്കെ കാട്ടുകള്ളന്മാരുടെ ഇടയിൽ ഈ ശബരിമലയിലെ തിരുവാഭരണത്തിന് എന്ത് സുരക്ഷയാണ് ഉള്ളത്? നേരത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്ന് അറിയണ്ടേ? ഇന്ന് പന്തളം രാജാവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന അയ്യപ്പൻ്റെ തിരുവാഭരണം പന്തളം രാജാവിൽ നിന്ന് എടുത്തു മാറ്റി അത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണം. അതായത് കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് കുറുക്കൻ്റെ കൈവശം എന്ന് പറഞ്ഞതുപോലെ ആയി. ഇതിനു വേണ്ടി അങ്ങ് സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാർ ഓടി നടന്നു. ഈ തിരുവാഭരണം പന്തളം രാജാവിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ നിന്ന് എടുത്തു മാറ്റി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ സംരക്ഷണയിൽ കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ തിരുവാഭരണങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പതുക്കെ പതുക്കെ കുറേശ്ശെ തിരുവാഭരണങ്ങളെല്ലാം എത്തേണ്ടിടത്ത് എത്തും. പകരം ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ ഇവിടെ വയ്ക്കും. ഇത് തീർച്ചയാണ്. അങ്ങനെ ഒരു കൊള്ള കൂടി ഇതിൻ്റെ പുറകിൽ നടന്നേനെ, ഇതിൻ്റെ പിന്നാലെ നടന്നേനെ. അയ്യപ്പൻ കാത്തു. അതുകൊണ്ടുകൂടി അല്ലേ ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നത്? ഈ തിരുവാഭരണത്തിലും ഇവർ കൈവയ്ക്കും എന്ന തിരിച്ചറിവല്ലേ പ്രകൃതിയെ കൊണ്ട് അയ്യപ്പൻ ഇത്തരത്തിലൊരു കളി കളിപ്പിച്ച് ഈ ഒരു വിഷയം ഇന്ന് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും ഇതൊരു കേസായി മാറി SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കാൻ ആരംഭിച്ചതും അതുകൊണ്ടല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പത്മകുമാർ അടക്കമുള്ളവർക്ക് ഇനി എന്താണ് ന്യായം പറയാനുള്ളത്? അവർക്ക് ഈ പറഞ്ഞതുപോലെ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ, അത് സ്വർണം തൊട്ട് ഇങ്ങ് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു കാര്യം വരെ ആകട്ടെ, എന്തുമാകട്ടെ, അവിടെ കാഴ്ചവെക്കുന്ന ഒരു ചെറിയ തുണ്ട് നാളികേരത്തിൻ്റെ കഷ്ണം പോലും ആകട്ടെ, അതിനെയൊന്നും വേണ്ട വിധത്തിൽ സംരക്ഷിക്കാനും പ്രയോജനപ്പെടുത്താനും അത് ദേവന്റെ മുതലിൽ കൂട്ടാനും കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? ഇവരുടെ ഉദ്ദേശം കവർച്ച മാത്രമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി അടിവരയിൽ ഇടുന്നതാണ് SITയുടെ പുതിയ അന്വേഷണ റിപ്പോർട്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പത്മകുമാർ താമസം വിന ആ പേരുകൾ വെളിപ്പെടുത്തിയേക്കും. അത് വലിയ സ്ഫോടനമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുക എന്നും നമുക്കറിയാം.
എന്തായാലും ഈ പറഞ്ഞതുപോലെ വെറും ഒരു ദേവസ്വം പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ഈ വലിയ കവർച്ച എന്ന് വ്യക്തമാണ്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ സർക്കാരിലെ മറ്റ് ഉന്നതർക്കും ഒക്കെ ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്ന സംശയം നാട്ടുകാർക്കും അയ്യപ്പ ഭക്തർക്കും ഉണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെയും SITയുടെയും ഉത്തരവാദിത്വമാണ് ഭക്തരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കുക. ആരാണ് ഈ കൊള്ള ആസൂത്രണം ചെയ്തത്, ആരാണ് ഇത് നടപ്പാക്കിയത്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ഒന്നൊഴിയാതെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണം. കേവലം ഒരു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയോ ഭരണസമിതി അംഗങ്ങളെയോ മാത്രം പ്രതികളാക്കി കുറച്ച് ദേവസ്വം ജീവനക്കാരെ കൂടി കൂട്ടുപ്രതികളാക്കി അവസാനിപ്പിക്കാനുള്ളതല്ല ഈ കേസ് എന്ന് SIT തിരിച്ചറിയണം. തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ നമുക്ക് ആശയ്ക്ക് വഴിയുണ്ട്, പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ എത്തും എന്നത്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി, വാർത്തകൾക്കായി.